ഗൈസ്, ഈ ഹിംസ്റ്റർ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഭക്ഷണം തരുന്നില്ല. എന്താണെന്നറിയോ? നിങ്ങൾ സബ് ചെയ്യാത്തതും കൊണ്ട് ലൈക്ക് ചെയ്യാത്തതുകൊണ്ടും. ഞാൻ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ് ഗൈസ്. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്താലേ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പട്ടിണിക്ക ഒരു 2 ദിവസമായിട്ട്. ദുഷ്ടനായാണ് ഹിംസ്റ്റർ. അവൻ ചതിയൻ. ആ വേട്ടകളെ എനിക്ക് ഭക്ഷണം തരണമെങ്കിൽ നിങ്ങളൊരു 10 ലൈക്കെങ്കിലും ചെയ്യണം. ഓരോ ലൈക്കിനും എനിക്ക് ഓരോ എല്ല് വെച്ച് എടുത്തോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ വേണം ലൈക്ക് ചെയ്യാൻ. ഓക്കെ, ഹിംസ്റ്റർ വരുന്നുണ്ട്. ഞാൻ പോകണം. ബൈ ബൈ. എന്താ നീ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്ന? എന്താ നീ എന്തോടാ പറഞ്ഞോളെ? എന്തെങ്കിലും നീ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. ഓക്കെ, പിന്നെ ബാക്കി ഞാൻ കണ്ടോളാം. വേട്ടാവളിയെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ ആ. പക്ഷെ എൻ്റെ ലല്ലു പാവുക അല്ലേ? ഞാൻ എല്ലാ ദിവസവും എൻ്റെ ലല്ലുവിന് ഭക്ഷണം കൊടുക്കും. പാവം അല്ലേടാ? വാടാ നീ. കണ്ടോ, ഞാൻ എവിടെ വിളിച്ചാലും ലല്ലു വരും. ലല്ലു, പാവൻ ലല്ലു. കണ്ടോ? പിന്നെ ഗൈസ്, നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 5 ആണ്. ബിക്കോസ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് വില്ലേജ്. ഞാൻ 8 ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ സ്ഥലത്തില്ലായിരുന്നു. എൻ്റെ ബോട്ടിൽ കയറിയിരിക്കുന്ന ആളാണ് വേട്ടാവളിയ. കുഴപ്പമില്ല. ഞാൻ 8 ദിവസമായിട്ട് സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആൾ വീഡിയോ ചെയ്യാതിരുന്നത്. സോ സോറി ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ നമുക്കിന്ന് വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം ഗൈസ്. നമ്മൾ വീടിനോടൊക്കെ ആദ്യം യാത്ര പറയാം. ടാറ്റ. നമ്മളിനി ഈ വീട്ടിലോട് തിരിച്ചു പോയാൽ ഡൗട്ടാണ്. അത്യാവശ്യം ലൂട്ടൊക്കെ. അയ്യോ, എൻ്റെ അയണൊന്നും ഞാൻ എടുത്തില്ല. അല്ലേ വേണ്ട, ഞാൻ മിക്കവാറും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഞാൻ അയണം. അല്ലേ വേണ്ട, ഞാൻ തിരിച്ചു വരും. വീട്ടേക്ക് വീട്ടാക്കൂ. ഞാൻ പോയി വീടിൻ്റെ അകത്ത് അയൺ എടുത്തോണ്ട് വരട്ട്. എനിക്ക് ബക്കറ്റ് എല്ലാം ഉണ്ടാക്കണേ വേണ്ടി വരും. അതെനിക്കൊരു പണിയാണ്. അയ്യോ, പറഞ്ഞോണ്ട് നമ്മുടെ മില്ലിപ്പൂച്ചേനെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് കൈസ്. മില്ലിപ്പൂച്ച ഡേം ആയില്ലേ കൈസ്? മില്ലിപ്പൂച്ച ഡേം ആയില്ല കൈസ്. കുഴപ്പമില്ല. നമ്മൾ നമ്മുടെ ഗോൾഡ് ആർമർ എടുക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, എടുക്കൂ. ഇടുക. നമ്മൾ ഗോൾഡൻ ആർമർ ഇട്ടു. ഹെൽമെറ്റ് എടുത്തു. നിക്കറും എടുത്തു. ഞാൻ എല്ലാം നേരിട്ടു. നിങ്ങൾക്ക് വേണ്ടി ഈ സൈഡ് നോക്കി കാണാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പക്ഷേ അത് മാറ്റി ഗൈസ്. കം ഹിയർ. ഓ, ഇതാണ് നമ്മുടെ മില്ലു പൂച്ച ഗൈസ്. സോറി, അതല്ല, സോറി. ഇങ്ങോട്ടോ. ഫൈനലി ഇനി എഴുന്നേക്ക്. വാ, കം ഹിയർ. വാട ഇങ്ങോട്ട്. Milu, come here. Come here. Guys, Milu പൂജനെ കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ഗൈസ്. നമ്മുടെ വീട് നമ്മൾ കുളിക്കാൻ പോവാണ്. ഇനി നമ്മുടെ മില്ലു പൂച്ച വന്നു. എൻ്റെ വീട് പൊളിച്ചോണ്ടാണ് ഞാൻ മില്ലു പൂച്ചനെ കൊണ്ട് പോകുന്നത് ഗൈസ്. വരി. ഗൈസ്, ഇന്ന് എനിക്ക് ഈ വീഡിയോ തുടങ്ങിയപ്പോഴേ ശകുനമാണ്. നിങ്ങൾ ലൈക്ക് അടിക്കുവാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നവും മാറും. ഈ പാട്ട പൂച്ച നിന്നാടാ അവിടെ ഇരിക്കേ? ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഇനി വന്നോളൂ ഗൈസ്. നമ്മളപ്പോൾ നമ്മുടെ ലല്ലുവിനെയും മില്ലുവിനെയും കൂടി നമ്മൾ നേരെ വില്ലേജ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ
വണ്ടി ഇരിക്കൂ. ഞാൻ അവിടെ എത്തട്ടെ, വെയിറ്റാക്ക്. ഒരു ബാക്കി ഇവിടെ എത്തിയപ്പോൾ വേണ്ടത് കഴുടിക്കുട്ടൻ. സോ ക്യൂട്ടല്ലേ, കാണാൻ കൊള്ളാം. എന്തോ ഓ ജസ്റ്റ് പിന്നെ വേണ്ട ഇവിടെ ഒരു ചീറ്റനെ കണ്ടു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ഒരു ലാവ കണ്ടാച്ചു. ലാവ കണ്ടു എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാവ കണ്ടെന്ന് അതിനർത്ഥം ഇവിടെ എവിടെയോ വില്ലേജ് ഉണ്ട്. നമ്മൾ വില്ലേജിൽ എത്താറായോ എന്നെനിക്കറിയില്ല ഗൈസ്. അവിടെ ഒരു തത്ത ഇരിപ്പുണ്ട് ഗൈസ്. നമ്മൾ തത്തക്കുഞ്ഞിൻ്റെ ഒരു സ്ഥലത്തെത്തി ഗൈസ്. തണ്ണിമത്തൻ ഫൈനലി. അതിനർത്ഥം ഒറ്റ ഇതേ ഉള്ളൂ, നമ്മൾ വില്ലേജിൻ്റെ അടുത്ത് എത്തിയാച്ചി. ഇവിടെ വില്ലേജ് കാണും, എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനൊന്നും വരുത്തില്ല. തണ്ണിമത്തൻ കണ്ടാലും മത്തങ്ങ കണ്ടാലും അതിനർത്ഥം ഇവിടെ വില്ലേജ്. ഞാൻ പറഞ്ഞില്ലേ. ഫൈനലി നമ്മൾ വില്ലേജ് കണ്ടെത്തി ഗായ്സ്. ഇത് സന്തോഷം ലഭിക്കും. എല്ലാവരും ആഘോഷേ എല്ലാം കഴിഞ്ഞ് ഒരു മര്യാദക്കുള്ള ഡയലോഗ് പോലും പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഇതിൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങളൊരു 20K ലൈക്ക് ഒപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് അത്രേ പറയാവുള്ളൂ. ഒരു 20 ലൈക്ക് എനിക്ക് ഒപ്പിക്കാന്നാ നിങ്ങൾക്കൊന്നുമില്ല, എനിക്കൊരു സന്തോഷം. അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം. എന്തായാലും അത്യാവശ്യമുള്ള വില്ലേജാണ് ഗൈസ്. ഇവിടെ നമുക്ക് പലയിടത്തുനിന്ന് കയറി ഫുൾ വ്യൂ എടുക്കാമെന്ന് വെച്ചാൽ അതിനും പറ്റത്തില്ല. വെയിറ്റ് ആക്കിയാൽ അല്ലേ വേണ്ട. അതിൽ വീട് അത്യാവശ്യം കുഴപ്പമില്ല. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടുക ഗൈസ്. വലിയ വില്ലേജ് അത്യാവശ്യം. അതിനെ വെളിയിൽ കയറാം ഗൈസ്. അതിനെ വെളിയിൽ കയറിയാൽ മിക്കവാറും നമുക്കൊരു ഫുൾ വ്യൂ കിട്ടും. കൊള്ളാം വില്ലേജ്, എനിക്കിഷ്ടപ്പെട്ടു. പരം ഹായ് എന്നെ കണ്ടാൽ നീ എന്താ ഹായ് പോലെ പറയുന്നത്? കാട്ടിട്ടേ കാളി നിന്റെ തളമണ്ട് ഞാൻ അടിച്ച ബുൾസ് അടിക്കും പോട്ടെ. നിനക്കെല്ലാം അറിയത്തില്ല. നമ്മൾ വണ്ടാപ്പറ ഹായ് കൃഷിയൊക്കെ ഉണ്ടല്ലോ. നിന്റെ കൃഷിയാണ് കുളമാക്കണം. കണ്ട അവൻ്റെ കൃഷിയെ ചവിട്ടി കുളമാക്കി. നീ എന്താ ചെയ്യും? നിന്റെ മുന്നേ വെച്ച് നിന്റെ കൃഷി ഫുള്ള് ഞാൻ കുളമാക്കുക. അതും കുളമാക്കി. പാവം. ഇതിനെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റുമോ? സിറ്റ് ഗൈസ്. എൻ്റെ പക്ഷേ ഇവൻ്റെ പേര് എന്തിടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ്. നമ്മൾ ആ പേരിടും. അതായത് നമ്മുടെ സിംബ വെച്ചേ ലല്ലു വന്ന് ഗൈസ്. ഫൈനലി നമ്മുടെ ലല്ലു ഈസ് ഹിയർ. അയ്യോ മില്ലുവിനെ കാണുന്നില്ല. അയ്യോ പറയാൻ അടിച്ചു പോയോ, സോറി ഗൈസ്. ബൈ ദ വേ നമ്മുടെ മില്ലുവിനെ കാണുന്നില്ല. ലല്ലു ഇവിടെ എത്തി. മില്ലു ഇവിടെ ഇതെന്താ ഇവിടെ? ഓ ഒരു മിനിറ്റ് അല്ലേ വേണ്ട ഗായ്സ്. നമ്മുടെ വില്ലേജിൻ്റെ ഇതാണ് നമ്മുടെ വില്ലേജിൻ്റെ ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഇവിടെ നിന്നിട്ട് കാണുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ മേളിൽ കയറി വേറൊന്നുമില്ല. നമ്മൾ ഇവിടെ ആയിട്ടൊരു വീട് പണിയാൻ പോവാണ് നമ്മളെ സ്വന്തമായിട്ട്. അപ്പോഴത്തേക്കും വീട് പണിയാൻ കൊണ്ട് ആരംഭിക്കല്ലേ. ബൈ ദ വൈ ഞാനെങ്ങനെ ഇവിടെ സേഫായിട്ട് കാര്യം പറഞ്ഞു. കട്ട് എന്നതിനായിരുന്നു ആ കട്ട എടുത്തോണ്ട് വന്നു. പക്ഷേ ഇതിനെ പിടിച്ച് കയറാൻ കഴിയുന്നില്ല എനിക്ക്. ഇതിനെ പിടിച്ച് എനിക്ക് കയറാൻ പറ്റത്തില്ലേ ഗായ്സ്? പറ്റത്തില്ല. അല്ല സാധാരണ ഇതിൽ പിടിച്ച് കയറാൻ പറ്റണ്ടേ? അത് തന്നെ പറഞ്ഞില്ലേ. ഇങ്ങനെ എനിക്ക് മേളിൽ കയറാം. ഞാൻ ഇങ്ങനെ കൊണ്ടാണ് ആദ്യം കയറിയത്. അത് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഞാൻ ഇപ്പം എന്തായാലും വീട് പണിയത്. ഞാൻ ചെറിയൊരു വീട് പണിയുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണിച്ചില്ല. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. അല്ല വേണ്ട, ഇവിടെ വേണ്ട ഗൈസ്. ഇവിടെ വെച്ചാൽ മടുക്കുക. ഞാൻ കുറേ മരം വെട്ടിയായിരുന്നു. 41 ഇതും കിട്ടി. ഞാൻ ഒരു ബക്കറ്റ് ഉണ്ടാക്കി ഗൈസ്. ബക്കറ്റ് ഉണ്ടാക്കി എന്തിനാണെന്ന് വെച്ചെന്നാൽ എനിക്കറിയില്ല.
ബക്കറ്റുണ്ടാക്കി 24 ടോർച്ചും ഉണ്ടാക്കി. നമുക്ക് നമ്മുടെ വില്ലേജ് കാണാൻ പറ്റുന്ന നോക്കി. ഫസ്റ്റ് ഞാൻ ഇതെന്തായാലും ഈ വീട് പൊളിക്കും. ഞാൻ എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് മടുപ്പായി പോയെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ കാണിച്ചില്ല. ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന കാണിച്ചുതരാം എങ്ങനെയാണ്. കൊള്ളാം. ഇങ്ങനെയാണ് വീട് പണിയേണ്ടത്. നമ്മൾ ഓക്കെ ഇവിടെ അല്ലേ 1 2 മേ ബി ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കേണ്ട വരും. അല്ല ഭയങ്കര ലാഗാവും. 1 2 3 4 5 ലല്ലു മാറാം. 1 2 3 4 5 ഇല്ല ഗൈസ്. ഇവിടെ എന്തായാലും കറക്റ്റായി ഗൈസ്. പക്ഷേ പിന്നെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിയിലോട്ട് എങ്ങനെ ഇറങ്ങി വന്നു. നമ്മൾ ഇവിടെ വെച്ചപ്പോൾ ചെറുതായിട്ട് തെറ്റിപ്പോയി ഗൈസ്. അതാണ് കാര്യം, വേറൊന്നുമില്ല ഗൈസ്. ഫൈനലി ഇതാണ് നമ്മുടെ വീട്. ഈ വീടിൻ്റെ അകത്തുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോഴത്തേക്കും പിന്നെ പറഞ്ഞ പോലെ നമുക്കൊരു തത്തനെയും കൂടി കിട്ടി ഗൈസ്. ഈ തത്തനെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നല്ലേ, സോറി ഗൈസ്, മറന്നുപോയി. പിന്നെ നമ്മൾ ഈ തത്തയ്ക്ക് എന്ത് പേരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ശരിയെന്നാ, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ 20 ലൈക്ക് മറക്കില്ലേ. വില്ലേജ് കണ്ടുപിടിച്ച് സന്തോഷത്തിൽ നിങ്ങൾ 20 ലൈക്ക് തരണം, അല്ലെങ്കിൽ എനിക്ക് വിഷമമാവും. അല്ലേ ലല്ലു? ഈ തത്തയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പറയുന്ന പേര് നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പോഴത്തേക്കും ബൈ.